ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കാൻ ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ റോസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ കുറച്ച് ചപ്പാത്തിയും അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഫിഷ് ഫ്രൈ റോസ്റ്റ് കിട്ടിയാൽ ആരാണ് കഴിക്കാത്തത് അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. മാത്രമല്ല നിങ്ങൾക്ക് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ അടിപൊളി ഫിഷ് ഫ്രൈ റോസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് കൊടുക്കാൻ അതുപോലെ തന്നെ ഡിന്നറിലൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫിഷ് ഫ്രൈ റോസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീട്ടിലെല്ലാവരും ട്രൈ ചെയ്യുക. നല്ല അടിപൊളി കോംബോ ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പിയിലോട്ട് പോയാലോ? ഓക്കെ, അപ്പോൾ ഇതിന് ഞാൻ ആവശ്യമായിട്ട് എടുത്തിട്ടുള്ളത്, ആദ്യം തന്നെ നിങ്ങൾ കുക്കർ എടുക്കുക. അതിനുശേഷം 3 സവാള ചെറുതാക്കി അരിഞ്ഞെടുക്കുക. അതുപോലെ തന്നെ 2 തക്കാളി ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക. 2 പച്ചമുളക് കീറിയതും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിന് എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ഇട്ടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഒരു സീക്രറ്റ് ഇതാ കിടക്കുന്നുണ്ട്. ഇതാണ് അതിൻ്റെ സീക്രറ്റ്, ടേസ്റ്റിൻ്റെ സീക്രറ്റ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ എടുക്കുന്ന ഏത് മീനിൻ്റെ അതിൻ്റെ തല ഇതിനകത്തൊട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ 1 2 3 4 വിസിലടിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ മസാലയൊക്കെ നല്ലപോലെ വെന്ത് അതിൻ്റെ ആ തലയിലുള്ള നീരൊക്കെ ഇറങ്ങി ടേസ്റ്റ് കൂടുള്ളൂ കേട്ടോ. ഇനി അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫിഷ് ഫ്രൈ ചെയ്യാനുള്ള ബാറ്റർ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ആവശ്യം അനുസരിച്ചുള്ള നിങ്ങൾ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി നിങ്ങൾക്ക് അതിനകത്ത് ഉപയോഗിക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ അതുപോലെ തന്നെ ഗരം മസാല ഉപയോഗിക്കാം കേട്ടോ. അതിനുശേഷം നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ കുറച്ച് സൊറുക്ക വിനേഗിരി കുറച്ച് ഒഴിക്കുക. അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ബാറ്റർ നല്ലപോലെ മീനിനെ കറക്റ്റായിട്ട് കവർ ചെയ്തിരിക്കാവുന്ന രീതിയിൽ നിങ്ങളത് ഫുള്ളായിട്ട് നല്ലപോലെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അതിനുശേഷം ഇതേപോലെ എല്ലാ മീനും നിങ്ങൾ ഇതേപോലെ തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോഴാണ് നമ്മുടെ മീനെല്ലാം പിടിക്കുകയുള്ളൂ കേട്ടോ. ഓക്കെ, അതിനുശേഷം ഇതേപോലെ ഞാൻ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച മീനാണിത്. നിങ്ങൾക്ക് 10 മിനിറ്റ് ടൈം ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ തന്നെ ഫ്രൈ ചെയ്താലും വലിയ വിഷയമില്ല. പക്ഷേ ഇത്തിരി കൂടെ ടേസ്റ്റ് കൂടുക അങ്ങനെയാണ്. അതിനുശേഷം നിങ്ങൾ ഫ്രൈ പാൻ എടുക്കുക, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വേപ്പില ഇതേപോലെ ഇട്ട് കൊടുക്കുക. എന്ന് വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫിഷ് ഓരോന്നായിട്ട്, അതായത് നിങ്ങൾ പൊട്ടാത്ത രീതിയിൽ കറക്റ്റ് അതിൻ്റെ സ്പേസ് അനുസരിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് 3 4 വെച്ചിട്ട് ഒറ്റയടിക്ക് ഇങ്ങനെ പൊരിച്ചെടുക്കുക കേട്ടോ. ഓവറായിട്ട് കരിക്കുകയും മൊരിക്കുകയും ഒന്നും ചെയ്യരുത്. ഒരു മീഡിയം ലെവലിൽ നമ്മുടെ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്ത് എല്ലാം നമുക്ക് കോരിയെടുക്കുക. അതിന് ശേഷം നിങ്ങൾ വേറൊരു ഫ്രൈ പാൻ എടുത്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു കൂട് വെളുത്തുള്ളിയും അതുപോലെ തന്നെ അതിൻ്റെ നേർപകുതിയിൽ വരുന്ന ഇഞ്ചിയും ഒരു 5 പച്ചമുളകും കൂടി ക്രഷ് ചെയ്തെടുക്കുക കേട്ടോ. അത് ഈ വെളിച്ചെണ്ണയിലോട്ട് തട്ടിക്കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്ന സമയത്ത് നമ്മൾ വിസിലടുപ്പിക്കാൻ വെച്ച മസാലയില്ലയോ, അത് വിസിലൊക്കെ പോയതിന് ശേഷം ഇതിനകത്തോട്ട് തട്ടിക്കൊടുത്ത് അതിൻ്റെ ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ മസാല കുറച്ച് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഗരം മസാല കുറച്ച് അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ കുറച്ചും കൂടി നമ്മുടെ കുരുമുളക് പൊടി അതിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എരിവ് കുറവുള്ള ആൾക്കാരാണെങ്കിൽ കുഴപ്പമില്ല, അത് ചേർത്തില്ലെങ്കിലും വിഷയമില്ല. അതിനുശേഷം നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള മല്ലിയിലയും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ മസാലയ്ക്കകത്ത് ഇട്ടിരിക്കുന്ന തലഭാഗമാണ് അതുള്ളത്. ആ തല എന്തിനാണ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫിഷിൻ്റെ ആ ഒരു ടേസ്റ്റ് ഈ ഒരു മസാലയ്ക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതേപോലെ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ ഫ്രൈ ചെയ്ത മീനിനെ കറക്റ്റ് ഒന്നിൻ്റെ മേലെ ഇടാതെ തന്നെ നല്ല പരത്തി ഇടുക കേട്ടോ. പരത്തിയിട്ടതിന് ശേഷം നമ്മുടെ ഈ നമ്മൾ മസാലയില്ലേ അത് ഫുള്ള് ഈ മീനിനെ കവർ ചെയ്യാവുന്ന രീതിയിൽ നിങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലപോലെ കവർ ചെയ്ത് വെക്കുക കേട്ടോ. അവിടെയാണ് ഇത്തിരി കൂടി ടേസ്റ്റ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ ആ ഒരു മസാലയൊക്കെ കറക്റ്റ് ഈ ഫിഷിലോട്ട് ഇറങ്ങാനൊക്കെ അത് സഹായിക്കും. ഓക്കെ, അതിനുശേഷം ഇതുപോലെ കവർ ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നിങ്ങൾ മൂടി വെച്ചേക്കാം കേട്ടോ. അപ്പോൾ സിമ്മിലൊക്കെ ഇട്ടിട്ട് 5 മിനിറ്റ് വയ്ക്കുക, അടിയൊന്നും കരിഞ്ഞു പോകാത്ത രീതിയിൽ. ഓക്കെ, അപ്പോൾ നമ്മുടെ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒന്നുകൂടി വെളിച്ചെണ്ണ പുറത്തേക്ക് ഇങ്ങനെ പൊട്ടി വെട്ടി വരുന്ന സമയത്ത് നമ്മുടെ ഫിഷ് ഫ്രൈ റോസ്റ്റ് റെഡിയായി കേട്ടോ. ഇത്രയും വെയിറ്റ് ചെയ്താൽ മതി. ഇത്ര നല്ല അടിപൊളി റെസിപ്പിയാണ്, വളരെ ഈസി ആയിട്ടുള്ള സ്റ്റെപ്സും ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ട്രൈ ചെയ്ത് നോക്കും, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ വെറും വാക്ക് പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക.
ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നവരേക്ക് എല്ലാവർക്കും ടാറ്റാ, ഗുഡ് ബൈ.